നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. വീട്ടമ്മമാരെ ടെലിവിഷനു മുന്നിൽ പിടിച്ചിരുത്തുന്നതിൽ സീരിയലുകൾ വൻ വിജയമാണ് ദിനം പ്രതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ ചാനലുകളിലും സീരിയലുകൾ ഉണ്ട്. അവയൊക്കെ കഥയിലും കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും വ്യത്യസ്തമായ സമീപനങ്ങൾ കാലാകാലങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ സീരിയലുകൾക്ക് ഇവയൊന്നും ബാധകമല്ല. അത്തരം സീരിയലുകളിൽ സ്ഥിരം കാണുന്ന ചില കഥാപാത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും പാതിരാത്രി പോലും വെൽ ഡ്രസ്ഡ് ആയിരിക്കും. നനച്ചിരിക്കാതെ രാത്രി 3 മണിക്ക് വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ ഞെട്ടി ഉണർന്നാലും അല്ലെങ്കിൽ രാവിലെ സാധാരണ പോലെ ഉണർന്നാലും സീരിയലിലെ കഥാപാത്രങ്ങൾ എല്ലാം ഒരു വിവാഹ പാർട്ടിക്ക് പങ്കെടുക്കാൻ ഒരുങ്ങിയിറങ്ങിയതുപോലെയായിരിക്കും. സീരിയലിലെ എല്ലാ കഥാപാത്രങ്ങളും എല്ലായ്പ്പോഴും വീട്ടിൽ തന്നെ കാണും. സീരിയലിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും എല്ലായ്പ്പോഴും കുടുംബത്തിൽ തന്നെ ഉണ്ടാകും. ആർക്കും ഓഫീസിലോ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകേണ്ട. പകലായാലും രാത്രിയായാലും ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. അപരിചിതരായ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നാൽ കുടുംബാംഗങ്ങളെല്ലാവരും ആ വ്യക്തിയെ തുറിച്ചു നോക്കി നിൽക്കുന്ന ഒരു സീനെങ്കിലും ഇല്ലാത്ത ഏത് സീരിയലാണുള്ളത്? അതാണ് സീരിയലിലെ സസ്പെൻസ്. ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ എല്ലാം തിരുത്തി കുറിക്കാൻ കഴിയും. അതെ, പ്ലാസ്റ്റിക് സർജറിയുടെ അർത്ഥം തന്നെ TV സീരിയലുകൾ തിരുത്തി കുറിച്ചു. ഇത് അപ്രത്യക്ഷമായി തന്നെ എല്ലാം മാറ്റിമറിക്കും. ചിലരുടെ ചർമ്മത്തിന്റെ നിറം മുതൽ ശബ്ദം വരെ മാറ്റിമറിക്കും. എന്തിനധികം പറയുന്നു, ഒരാളുടെ പൊക്കവും വണ്ണവും വരെ കുറയ്ക്കാനും കൂട്ടാനും പ്ലാസ്റ്റിക് സർജറി വഴി കഴിയുമെന്നാണ് സീരിയലുകൾ തെളിയിച്ചിരിക്കുന്നത്. സീരിയൽ കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത് 50 മുതൽ 100 കോടികളിലെ കണക്കുകളാണ്. ചിലപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് ചോദിക്കുന്ന മോചനദ്രവ്യത്തിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുക്കുന്ന തുകയുടെ രൂപത്തിൽ. ഏതെങ്കിലും ആപത്ഘട്ടം വന്നാൽ സീരിയലുകളിലെ കഥാപാത്രങ്ങൾക്കെല്ലാം തോക്കെടുക്കാനും ഒരു ട്രെയിനിങ്ങും മുൻപരിചയവും ഇല്ലാതെ തന്നെ വെടിവെക്കാനും കൃത്യമായി വില്ലന്റെ തലയിൽ അല്ലെങ്കിൽ നെഞ്ചിൽ ഹൃദയത്തിന്റെ ഭാഗത്ത് തന്നെ കൊള്ളിക്കാനും കഴിയും എന്നത് സീരിയലുകൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ്. മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അതെ, സീരിയലുകൾ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കില്ല. ഒരാൾ മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതിയാലും കത്തിക്കരിഞ്ഞ ചാമ്പലായാലും മണ്ണിനടിയിൽ കുഴിച്ചിട്ടാലും ഏത് നിമിഷവും അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് മുന്നിലെത്താം. അത് എപ്പോൾ സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ദുരൂഹതകൾ നിറഞ്ഞതാണ് നമ്മുടെ സീരിയലുകൾ. എല്ലാവരും ഒരു കൂരയ്ക്ക് കീഴിൽ തന്നെ. അതെ, അമ്മൂമ്മയും അപ്പൂപ്പനും അമ്മയും അച്ഛനും മകനും മകളും മരുമകനും മരുമകളും അമ്മാവനും അമ്മായിയും ചിറ്റപ്പനും ചിറ്റമ്മയും മാമനും മാമിയും തുടങ്ങി എല്ലാ ബന്ധുമിത്രാദികളും ഒരു വീട്ടിൽ തന്നെ താമസമുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും കൊല്ലിക്കപ്പെടാനും കൊല്ലിക്കാനും സാധ്യതകൾ നിരവധി. എപ്പോഴും നായിക മരുമകൾ തന്നെ. സീരിയലിലെ ആദർശവതിയായ മരുമകൾക്ക് എല്ലാം അറിയാം. ചേട്ടത്തിമാരെ സന്തോഷിപ്പിക്കാൻ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യുന്നവൾ, ഭർത്താവിനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൾ, മക്കൾക്ക് മുന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരമ്മ. അങ്ങനെ എല്ലാ മേഖലയിലും കരുത്തു തെളിയിക്കുന്ന സർവം സഹായമായ വീട്ടിലെ മരുമകൾ. ഒരു വക്കീൽ, ഡോക്ടർ, കുറ്റാന്വേഷക, അധ്യാപിക, രാഷ്ട്രീയ നേതാവ്, അങ്ങനെ പലതും നിമിഷ നേരം കൊണ്ട് ആകാൻ കഴിയുന്നവളായിരിക്കും അവൾ. ആയുസിന്റെ കാര്യത്തിൽ ആമയെ പോലും തോൽപ്പിക്കും ചിലർ. മുത്തശ്ശിയും മുതുമുത്തശ്ശിയും വരെയായി മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും കണ്ടു കഴിഞ്ഞാലും മരിക്കാതെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഒരു മുടി പോലും നരയ്ക്കാതെ ചർമ്മത്തിൽ ചുളിവ് വീഴാതെ ജീവിക്കുന്ന കഥാപാത്രങ്ങളെ നമ്മുടെ സീരിയലുകളിൽ മാത്രമേ കാണാൻ കഴിയൂ. യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തവയാണെങ്കിലും സീരിയലുകൾ നമ്മുടെ നാട്ടിൽ സൂപ്പർ ഹിറ്റുകൾ. വൻ തുക മുടക്കി വൻ താരനിരയോടെ സിനിമകൾ തിയേറ്ററിൽ എത്തേണ്ട താമസം. പരാജയപ്പെട്ട് തകർന്നടിയുമ്പോഴും വീട്ടിലെ ടെലിവിഷന് വിശ്രമമില്ല. നമ്മുടെ സമൂഹം എന്താ ഇങ്ങനെ? ഈ വിഷയത്തോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം.